സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിദിന ചിന്തയിലേക്ക് സ്വാഗതം. നിങ്ങൾ ദുഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ലൂക്കോസ് 6:28. പ്രാർത്ഥന നമ്മെ നമ്മുടെ വികാരങ്ങളെയും മറ്റുള്ളവരിലേക്ക് നമ്മുടെ ബന്ധങ്ങളെയും ദൈവത്തോട് തുറന്നു പറയുന്നതാണ്. അതിലേക്ക് പ്രവേശിക്കാനും അതിന്റെ കാഴ്ചപ്പാട് അതിലേക്ക് കൊണ്ടുവരാനും അവനെ അനുവദിക്കുന്നു. പ്രാർത്ഥന നമ്മുടെ ഇഷ്ടങ്ങളും വികാരങ്ങളും അവൻ സമർപ്പിക്കുക എന്ന പ്രവൃത്തി സാവധാനം അഭിപ്രായം നമ്മുടെ ഹൃദയങ്ങളെ മാറ്റാൻ വിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നു. നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കാനുള്ള യേശുവിന്റെ ആഹ്വാനം പ്രാർത്ഥനയെ കൊണ്ട ആഹ്വാനം തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അതിശയിക്കുന്നില്ല. നിങ്ങൾ ദുഷിക്കുന്നതിന് പ്രാർത്ഥിപ്പിൻ. ദൈവത്തിന്റെ കണ്ണുകളിലൂടെയും ആത്മാവിന്റെ സഹായത്തോടെ ഹൃദയങ്ങളിലൂടെയും ക്ഷമിപ്പെടുവാനും സ്നേഹിപ്പെടുവാനുള്ള ഒരു വ്യക്തിയെ പ്രവർത്തിക്കുന്നതിന്റെ കാണുവാൻ നാം പഠിക്കണം. ഒടുവിൽ ബാബിലോന്യർ നിങ്ങളുടെ ജീവിതത്തിലെ അവന്റെ എല്ലാ പുത്രന്മാരുള്ള ആളുകൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്നത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരർത്ഥത്തിൽ ഓരോ മനുഷ്യനും അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്താണ് പ്രാർത്ഥിക്കാൻ കഴിയുക? പാവത്തിന്റെ പ്രാർത്ഥിക്കാൻ. സ്നേഹമുള്ള ദൈവമേ, എന്നെ വേദനിപ്പിക്കുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്തവരെ കുറിച്ച് എനിക്ക് എങ്ങനെ തോന്നുമെന്ന് എനിക്കറിയാം. അങ്ങ് അവരെ സ്നേഹിക്കുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കൃപയുടെയും അനുകമ്പയുടെയും ഹൃദയം എനിക്ക് തരണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളുടെ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. യോഹന്നാൻ 6 പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇഷ്ടത്തിന് കീഴടങ്ങുക മാത്രമാണ് നാം ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിത തിരഞ്ഞെടുപ്പുകൾ യേശുവിൻ്റെ അവകാശവാദങ്ങളുമായി എത്രത്തോളം പൊരുത്തപ്പെടുന്നുണ്ട്? അവന് കീഴടങ്ങുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്നത് എന്താണ്? പ്രാർത്ഥിക്കാൻ കരുണയുള്ള ദൈവമേ, അങ്ങിൽ നിന്ന് എന്നെ അകറ്റുന്ന അഹങ്കാരം എന്നോട് ക്ഷമിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളുടെ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.